മക്കളെ ഡിസംബർ 30 നടക്കുന്ന NMMS എക്സാമിന് മുമ്പോടിയായിട്ട് ഒരു 1 വീക്ക് മുമ്പ് അതേപോലെ ഒരു മോഡൽ എക്സാം എഴുതാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഡിസംബർ 24 ഓൾ കേരള NMMS മോഡൽ എക്സാം 2025. നിങ്ങളെല്ലാവരും NMMSനെ സീരിയസ് ആയിട്ട് കാണുന്ന എല്ലാവരും ആ എക്സാം എഴുതണം. തീർച്ചയായിട്ടും ഇത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. കാരണം നമ്മളാർക്കും കോമ്പറ്റീഷൻ എക്സാം അത്ര ഇത് പരിചയമില്ല. ഏറിപ്പോലെ ഒരു USS എഴുതി നമുക്ക് പരിചയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ മാറ്റ് എത്രയാണ്, സാറ്റ് എത്രയാണ്, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ ഏത് എക്സാമാണ് നമുക്ക് ടഫായിട്ട് തോന്നുന്നത്, ഏതാണ് ഈസി ചാപ്റ്റേഴ്സ് വരുന്നത് എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ എക്സാം അതിന് നമ്മൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള മോഡൽ എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വാച്ച് ചെയ്യുക. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പറഞ്ഞ എക്സാമിൽ വരുന്ന അതിൻ്റെ പാറ്റേൺ, എക്സാം പാറ്റേൺ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. മാറ്റ് എത്രയാണ്, സാറ്റ് എത്രയാണ്, ഏതൊക്കെ ടോപ്പിക്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, അത് എത്ര നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്, ഇനി എന്തൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അതിന് കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ എന്ത് ചെയ്യണം നമ്മുടെ കയ്യിൽ വേണം. ഒരു പ്ലാനിങ് നമുക്ക് വേണമെന്ന് ചുരുക്കം. അതേപോലെ തന്നെ നമ്മുടെ ഏതൊക്കെ അണ്ടർസ്റ്റാൻഡ് ദ സിലബസ്, ഈ സിലബസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. അതാണ് എനിക്ക് ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത്. രണ്ടാമതെന്നുള്ളത്, ഈ പറഞ്ഞ എക്സാമിന് വരുന്ന ഓരോ ചോദ്യങ്ങളും നമ്മൾ വായിച്ച് നോക്കണം. വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ വായിച്ച് നോക്കണം. കാരണം അറിയോ, ചില ക്വസ്റ്റ്യൻസ് നല്ല വലുപ്പം ഉണ്ടാവും ക്വസ്റ്റ്യൻസ്. കാരണം നമ്മൾ ചെറിയ ക്വസ്റ്റ്യൻസ് ആണെന്ന് എക്സ്പെക്ട് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും എന്ത് ചെയ്യും, ഇതെന്തോ വലിയ ആനക്കാരിയാണ് പറയുന്നത് വിചാരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ ഇത് ഇത്ര ഉള്ളൂ എന്ന് വിചാരിച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ രണ്ടാമതുള്ളത്, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്യുക. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കോളുന്നില്ല. ടഫുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിൽ കിടന്ന് കുറേ സമയം എന്ത് ചെയ്യരുത്, മെനക്കെടരുത്. ഒരു 1.5 മിനിറ്റ് ആയിട്ടും നമുക്ക് ആൻസറിലേക്ക് ഒന്നും എത്തുന്നില്ല, ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടി സമയം കളയല്ല വേണ്ടത്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യണം. കാരണം സമയം എന്നുള്ളത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ സാറ്റ് ആണെങ്കിലും മാറ്റ് ആണെങ്കിലും എഴുതി എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആവണം. അപ്പോൾ സമയം നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് കുറേ എണ്ണം ചെയ്തു, എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ബാക്കി ഉണ്ടെങ്കിൽ അപ്പോൾ കിട്ടാത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതാണ് നമ്മൾ ബുദ്ധിപരമായിട്ടുള്ള നീക്കം എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത് എനിക്ക് പറയാനുള്ളത്, ഇതിൽ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ ആൻസേഴ്സ് എഴുതരുത്. കാരണം എന്തേ, ഇവിടെ എന്ത് ചെയ്യും, ആൻസർ തെറ്റിപ്പോകാനുള്ള ഓപ്ഷൻസ് വളരെ കൂടുതലാണ്. ബ്ലണ്ടറായിട്ട് ഒരു ഐഡിയ ഇല്ല, നമ്മൾ കറക്കി കുത്തുക. ആദ്യത്തെ ഓപ്ഷൻ B ആണ്, എന്നാൽ ചിലപ്പോൾ അടുത്തത് B ആവില്ല, ചിലപ്പോൾ അടുത്തത് D ആയിരിക്കും. ഇങ്ങനെയൊക്കെ കുറേ മണ്ടൻ തിയറികൾ ചിലപ്പോൾ നമ്മൾ മനസ്സിലുണ്ടാകും. അങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് യാതൊരു ഉപയോഗമില്ല. മാത്രമല്ല, കറക്കി കുത്തിക്കണ്ട് NMMS എന്നല്ല ഒരു കോമ്പറ്റീഷൻ എക്സാം ജയിച്ച ഒരാൾ പോലും ലോകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനത്തെ മണ്ടൻ തിയറിയിലേക്ക് എന്ത് ചെയ്യരുത്, നമ്മൾ പോകരുത്. ഇനി എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഇതിലെ ഏതൊക്കെ പാർട്ടുകൾ നമുക്ക് ഈസിയാണ്, ഏതൊക്കെ ടഫാണ് എന്നുള്ള കാര്യം നമ്മൾ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ചിലർക്ക് മാത്സ് വളരെ എളുപ്പമായിരിക്കും, അപ്പം മാത്സ് ചെയ്യാനായിരിക്കും എളുപ്പമുണ്ടാവുക. ചിലപ്പോൾ സയൻസിൽ തന്നെ ഫിസിക്സ് എളുപ്പം, എന്നാൽ ബയോളജി ഇഷ്ടമല്ല, തിരിച്ചുണ്ടാവും. ബയോളജി വളരെ എളുപ്പം, ഫിസിക്സ് കുറച്ചുകൂടി കൺസെപ്റ്റ് ബേസ്ഡ് ആണല്ലോ, അത് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, ആദ്യം ഏറ്റവും ഈസി ആയിട്ടുള്ളത് ആദ്യം ചെയ്യുക, എന്നിട്ട് ടഫിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കേണ്ട നയമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ മോഡൽ എക്സാം എന്ത് ചെയ്യുക, എല്ലാവരും എഴുതുക. NMMS എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനോടും ഇത് എഴുതിപ്പിക്കുക. കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ചാനലുണ്ട്. ഏറ്റവും ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ എക്സാമിൽ, ഈ മോഡൽ എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങണോ, X&Y ലേണിങ്ങിൻ്റെ നമ്മൾ ഇതിലുള്ള ഫുൾ സാറ്റ് ആൻഡ് മാറ്റ് വീഡിയോ എന്ത് ചെയ്യുക, അങ്ങോട്ട് കാണുക. ഒക്കെ ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്താൽ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് നമുക്ക് കിട്ടും. ഈ ഒരു എക്സാമിൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ NMMS എക്സാമിന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. സോ ഓൾ ദ ബെസ്റ്റ് വിഷസ് ഫോർ ഓൾ കേരള NMMS മോഡൽ എക്സാം 2025. ബൈ.